Hi guys, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലത്തെ ലാസ്റ്റ് കോൺസെപ്റ്റ് ആണ് വാലിഡേറ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റും കൂടിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ് ട്രൂ ആവാന്നാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നെ പല ടൈപ്പ് ആയിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് വിത്ത് ആൻഡ് ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വിത്ത് ഓർ ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇഫ് ദെൻ കണ്ടീഷൻ ഉണ്ട്, അതേപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് വിത്ത് ഇഫ് ആൻഡ് ഓൺലി. അപ്പോൾ സ്പെഷ്യൽ വേർഡ്സും ഇംപ്ലിക്കേഷൻസും അതേപോലെ തന്നെ ദർ എക്സിസ്റ്റ്, ഫോർ എവരി, അതേപോലത്തെ ക്വാണ്ടിഫയേഴ്സ് ഒക്കെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക്. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ ഫോൾസ് ആണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കാം? അതൊക്കെ ഈ സ്പെഷ്യൽ വേർഡ്സും ഈ ഇംപ്ലിക്കേഷൻസിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ആൻഡ് വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴാണ് ട്രൂ ആവാൻ നോക്കാം. ഇത് കോമ്പൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ അറിയണ ആൾക്കാർക്ക് ഇത് സ്കിപ്പ് ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് കമ്പോണൻസ് എടുത്ത് എഴുതും അല്ലേ, പിയും ക്യൂവും എഴുതും. അപ്പോൾ അവർ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോഴാണ് നമുക്ക് പി ആൻഡ് ക്യൂ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുക. അപ്പോൾ രണ്ട് കമ്പോണൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സും ട്രൂ ആവുമ്പോഴാണ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. അല്ലാത്ത കേസൊക്കെ ഇപ്പോൾ ഒരു കമ്പോണൻറ്റ് ഫോൾസും മറ്റേ കമ്പോണൻറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി മാറും. അതേപോലെ ഫസ്റ്റത്തെ കമ്പോണൻറ്റ് ട്രൂവും സെക്കൻഡ് കമ്പോണൻറ്റ് ഫോൾസ് ആയി കഴിഞ്ഞാൽ ഫോൾസ് ആവും. അതേപോലെ രണ്ട് കമ്പോണൻറ്റും ഫോൾസ് ആയി കഴിഞ്ഞാൽ ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആയി മാറും. അപ്പോൾ രണ്ട് കമ്പോണൻസും ട്രൂ ആയാൽ മാത്രമാണ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താവുള്ളൂ, ട്രൂ ആവുള്ളൂ. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഉള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് തരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഫസ്റ്റ് കമ്പോണൻറ്റ് ട്രൂ ആണോ നോക്കുക, അതേപോലെ തന്നെ സെക്കൻഡ് കമ്പോണൻറ്റും ട്രൂ ആണോ നോക്കുക. രണ്ടും ട്രൂ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കാന്ന് വെച്ചാൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക, 0 is less than every positive number and greater than every negative number. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പോൾ ഇതിൻ്റെ കമ്പോണൻസ് ഫസ്റ്റ് എടുത്ത് എഴുതാം. ഇപ്പോൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 is less than every positive number, അതാണ് ഫസ്റ്റ് കമ്പോണൻറ്റ്. ഇനി ക്യൂ എന്താണ്, ഗ്രേറ്റർ ദാൻ എവറി നെഗറ്റീവ് നമ്പർ. അങ്ങനെ എഴുതരുത്, ആരാ ഗ്രേറ്റർ എന്ന് അറിയണ്ടേ. അപ്പോൾ 0 is എഴുതണം കേട്ടോ. അപ്പോൾ 0 is greater than every negative number അങ്ങനെ വേണം എഴുതാൻ. ഇനി എന്ത് ചെയ്താൽ മതി, ഫസ്റ്റ് കമ്പോണൻറ്റ് ട്രൂ ആണോ നോക്കുക. അപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 is less than every positive number, അത് ട്രൂ ആണ് അല്ലേ. ഇപ്പോൾ 0 ഇതൊക്കെ പോസിറ്റീവ് നമ്പേഴ്സാണ്, ഇങ്ങോട്ട് പോകുമ്പോൾ ഒക്കെ നെഗറ്റീവ് നമ്പേഴ്സാണ് അല്ലേ. ഇപ്പോൾ 0 എന്ന് പറയണത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെക്കാട്ടും എന്താണ്, ചെറുതാണ്, ലെസ് ദാൻ. അവിടെ ലെസ് ദാൻ എന്നല്ലേ പറയണത്. അപ്പോൾ 0 എന്ന് പറയണത് എല്ലാ പോസിറ്റീവ് നമ്പേഴ്സിനെക്കാട്ടും ചെറുതാണ്, അത് കറക്റ്റാണ്. ആൻഡ് 0 is greater than every negative numbers. 0 എന്ന് പറയണത് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സിനെക്കാട്ടും എന്താണ്, വലുതാണ്, അതും കറക്റ്റാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഈ രണ്ട് കമ്പോണൻസും ട്രൂ ആയ കാരണം നമുക്ക് തന്നിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. ഇങ്ങനെയാണ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണോ നോക്കുക. അപ്പോൾ അത് കുഴപ്പമില്ലല്ലോ. ഇനി നമുക്ക് ഓർ സ്റ്റേറ്റ്മെൻറ്റ് കേസ് നോക്കാം. അപ്പോൾ ഓറിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് എപ്പോഴാണ് ട്രൂ ആവുക, രണ്ട് കമ്പോണൻസും ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആവും. അതേപോലെ ഒരു കമ്പോണൻറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു കമ്പോണൻറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവും. അതേപോലെ ഫസ്റ്റ് കമ്പോണൻറ്റ് ഫോൾസും സെക്കൻഡ് കമ്പോണൻറ്റ് ട്രൂ ആയി കഴിഞ്ഞാൽ ഓർ സ്റ്റേറ്റ്മെൻറ്റ് എന്താവും, ട്രൂ ആവും. ആൻഡ് രണ്ടും ഫോൾസ് ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് കമ്പോണൻറ്റും സെക്കൻഡ് കമ്പോണൻറ്റും ഫോൾസ് ആയി കഴിഞ്ഞാൽ അപ്പോൾ മാത്രമാണ് എന്താവുള്ളൂ, ഓർ സ്റ്റേറ്റ്മെൻറ്റ് ഫോൾസ് ആവുള്ളൂ. അപ്പോൾ ഓർ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആവണമെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പോണൻറ്റ് എന്തായാൽ മതി, ട്രൂ ആയാൽ മതി അല്ലേ. അപ്പോൾ നോക്കുക, 2 is odd or 3 is odd. അപ്പോൾ ഇതൊരു ഓർ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. 2 is odd എന്ന് പറഞ്ഞൊരു കമ്പോണൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ 3 is odd എന്ന് പറഞ്ഞ വേറൊരു കമ്പോണൻറ്റ് ഉണ്ട്. അപ്പോൾ 2 is odd എന്ന് പറയുന്നത് ഫോൾസ് ആണെന്ന് നമുക്കറിയാം. ആൻഡ് 3 is odd എന്ന് പറയുന്നത് ട്രൂ ആണെന്നറിയാം. അപ്പോൾ ഇവിടെ നോക്കാന്ന് വെച്ചാൽ പി ഫോൾസും ക്യൂ ട്രൂ ആയിട്ടാണ് കിട്ടിയത്. പി ഫോൾസും ക്യൂ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഓർ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, ട്രൂ ആണ്. അതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായി മാറി, ട്രൂ ആയി മാറി. അപ്പോൾ ജസ്റ്റ് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. പിന്നെ ആക്ച്വലി ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ വരുന്നത് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിലൊക്കെ ഓറും ആൻഡ് ഒക്കെ കയറി വരും. അപ്പോഴാണ് ഇവിടെ കേസ് 1 കേസ് 2 എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ എഴുതിയിട്ടില്ലേ, അത് ഉപയോഗിക്കേണ്ടി വരിക. അപ്പോൾ കേസ് 1 നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോഴാണ് ഇത് ആവശ്യം വരിക. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിൽ ഒരു ഓർ വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അതൊക്കെ വരും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. അസ്യൂം ചെയ്യാം നമ്മുടെ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നിങ്ങൾ പ്രൂവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആയാൽ മതി. ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി ഓർ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആവാനായിട്ട്, അല്ലേ? അതേപോലെ തന്നെ കേസ് 2 ഉണ്ട്. ക്യൂ എന്ന് പറയുന്നത് ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്യുക. ക്യൂ സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യും, കുറച്ച് സ്റ്റെപ്സൊക്കെ ചെയ്യും. അപ്പോൾ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് എന്ത് കിട്ടും? പി എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കിട്ടും. അപ്പോൾ ഇങ്ങനെ 2 മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ഓർ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുക. എപ്പോൾ? ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇടയിലൊക്കെ ഈ ഓർ വരുമ്പോൾ. അത് നിങ്ങൾക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ മനസ്സിലാവും. ഇപ്പം നിങ്ങൾ ഇഫ് ദെൻ വെച്ചിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ട്രൂ ആണോ എന്ന് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് ഉപയോഗിക്കാം. അപ്പോൾ ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് പി ഇംപ്ലൈസ് ക്യൂ, അതായത് പി ട്രൂ ആണെങ്കിൽ ക്യൂ ട്രൂ ആയിരിക്കും. നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പോൾ എന്ത് ചെയ്യുക? പി ട്രൂ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. നമ്മൾ പ്രൂവ് ആണ് ചെയ്യാൻ പോണത്. അപ്പോൾ പി ട്രൂ ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അസ്യൂം ചെയ്ത് കുറച്ച് സ്റ്റെപ്സ് ഒക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് നിങ്ങൾക്ക് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് കിട്ടും. അങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ട്രൂ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഡയറക്റ്റ് മെത്തേഡ് വെച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ മെത്തേഡ് വെച്ച് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ ക്വസ്റ്റ്യനിൽ കോൺട്രാപോസിറ്റീവ് മെത്തേഡ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെത്തേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ കോൺട്രാപോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി ആണ്. കേട്ടോ, ഇവിടെ ഫാൾസ് ആണ്, ഞാൻ തെറ്റ് എഴുതിയതാണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഫോം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് നോക്കാനായിട്ട് ഈ ക്യൂ എന്ന് പറയണതിൻ്റെ ഫാൾസ് അസ്യൂം ചെയ്യുക. അപ്പോൾ അതായത് നെഗേഷൻ ക്യൂ നിങ്ങൾ അസ്യൂം ചെയ്യുക. എന്നിട്ട് കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ചെയ്ത് വരുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പി എന്ന് പറയണതും ഫാൾസ് ആയിട്ട് കിട്ടും. അപ്പോൾ നെഗേഷൻ ക്യൂ ഇംപ്ലൈസ് നെഗേഷൻ പി എന്ന് കിട്ടും. അപ്പോൾ നമ്മളത് പ്രൂവ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി ഇഫ് ആൻഡ് ഓൺലി ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഈ 2 സ്റ്റെപ്സും ചെയ്യണം. ഫസ്റ്റ് തന്നെ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. അതിന് ശേഷം അതിൻ്റെ കോൺവേഴ്സ് ക്യൂ ഇംപ്ലൈസ് പി എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ 2 സ്റ്റെപ്സും ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറഞ്ഞ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താവുള്ളൂ. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെയാണ് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക? നമ്മൾ അസ്യൂം ചെയ്യുക പി എന്ന് പറയുന്നത് ട്രൂ ആണ്, അല്ലേ? അസ്യൂം പി ഈസ് ട്രൂ, ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. ആൻഡ് പ്രൂവ് ദാറ്റ് ക്യൂ ഇസ് ട്രൂ. അപ്പം അങ്ങനെ ചെയ്തിട്ട് ക്യൂ ട്രൂ ആയി കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ആയി. അതേപോലെ അതിൻ്റെ കോൺവേഴ്സ്. അപ്പോൾ ക്യൂ ഇംപ്ലൈസ് പി എന്താണ്? അപ്പോൾ ക്യൂ ഇംപ്ലൈസ് പിൻ്റെ കേസിൽ എന്ത് ചെയ്യണം? അസ്യൂം ചെയ്യുക ക്യൂ എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? പി എന്ന് പറയുന്നത് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യുക. 2 ഭാഗത്തേക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? ട്രൂ ആയിരിക്കും. അപ്പോൾ മെയിനായിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഈ 4 മെത്തേഡ്സാണ് യൂസ് ചെയ്യുക. ഡയറക്റ്റ് മെത്തേഡ്, കോൺട്രാപോസിറ്റീവ്, കോൺട്രഡിക്ഷൻ ആൻഡ് കൗണ്ടർ എക്സാമ്പിൾ. അതിലത്തെ ഡയറക്റ്റ് മെത്തേഡും കോൺട്രാപോസിറ്റീവ് മെത്തേഡും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി കോൺട്രഡിക്ഷൻ മെത്തേഡ്. ഇപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ തന്നിട്ടുണ്ടാവും. അതായത് റൂട്ട് പി ഇസ് ഇറാഷണൽ ുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഈ കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക? അസ്യൂം റൂട്ട് 3 ഇസ് നോട്ട് ഇറാഷണൽ അല്ലാന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഇറാഷണൽ അല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും? റാഷണൽ ആയിരിക്കും, അല്ലേ? ദിസ് ഇംപ്ലൈസ് റൂട്ട് 3 ഇസ് റാഷണൽ. എന്നിട്ട് നമ്മൾ റാഷണൽ ആയി കഴിഞ്ഞാൽ റൂട്ട് 3നെ നമുക്ക് P/Q ഫോമിൽ എഴുതാൻ പറ്റും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോൾ നമ്മൾ അസ്യൂം ചെയ്തതിനെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യണ രീതിയിലായിരിക്കും ആ സ്റ്റേറ്റ്മെൻറ്റ് വരിക. അപ്പം നമുക്ക് മനസ്സിലാക്കാം റൂട്ട് 3 റാഷണൽ അല്ല, റൂട്ട് 3 എന്ന് പറയുന്നത് ഇറാഷണൽ തന്നെയാണ്. അപ്പം അങ്ങനെയാണ് കോൺട്രഡിക്ഷൻ മെത്തേഡ് വെച്ച് ചെയ്യുക. ഇനി കൗണ്ടർ എക്സാമ്പിളിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ യൂസ് ചെയ്യുക. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ 3 മെത്തേഡ്സ് യൂസ് ചെയ്യും. ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ എക്സാമ്പിൾ യൂസ് ചെയ്യും. കൗണ്ടർ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫാൾസ് ആണ് എന്ന് പറയണതാണ്
കൗണ്ടർ എക്സാമ്പിൾ. ഇപ്പോൾ എക്സാമ്പിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിളിലേക്ക് കിടക്കണേക്കാട്ടും മുമ്പ് ഒരു കുഞ്ഞ കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ പി ആൻഡ് ക്യൂ, പി ഓർ ക്യൂ അങ്ങനത്തെ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ നെഗേഷൻ എങ്ങനെ എഴുതാന്ന്. പി ആൻഡ് ക്യൂ ആണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എന്ന് വിചാരിക്കുക. അപ്പോൾ അതിൻ്റെ നെഗേഷൻ എന്തായിരിക്കും? നെഗേഷൻ പി ആൻഡ് ക്യൂ അല്ലേ. ഈ നെഗേഷനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും? നെഗേഷൻ പി. നെഗേഷൻ ഓഫ് ആൻഡ് എന്ന് പറയുന്നത് ഓർ ആണ് കേട്ടോ. അപ്പോൾ നെഗേഷൻ ഓഫ് ആൻഡ് ഓർ ആണ് നെഗേഷൻ ക്യൂ അല്ലേ. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്തു? നെഗേഷനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട കാര്യം നെഗേഷൻ ഓഫ് ആൻഡ് എന്ന് പറയുന്നത് ഓർ ആണ്. നെഗേഷൻ ഓഫ് പി ആൻഡ് ക്യൂ എന്ന് പറയുന്നത് എന്താണ്? നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ ആണ്. ഡി മോർഗൻസ് ലോ പോലെയാണ്. അതേപോലെ നെഗേഷൻ ഓഫ് പി ഓർ ക്യൂ എന്തായിരിക്കും? ഇപ്പോൾ ഈ ഓറിന് പകരം എന്ത് വരും? ആൻഡ് വരും അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. ഇത് അറിഞ്ഞിരിക്കുക. ഇനി നമുക്ക് എക്സാമ്പിൾസ് ചെയ്യാം.